ശ്രീ പി പി ജയദേവ്, നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവ് സ്ലിപ്പറിട്ട് കീറിയ കുപ്പായമിട്ട് ഒരു ചെറിയ കാറിൽ സഞ്ചരിച്ചിരുന്ന നേതാവ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ലാളിത്യമാകാം ജനങ്ങളെ ആകർഷിച്ചത്, അത് പോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളാവാം ജനങ്ങളെ ആകർഷിച്ചത്. വളരെ പെട്ടെന്നാണ് ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞത്. അതായത് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പരാജയം നേരിടുമ്പോൾ അത് ഒരു അസ്തമയത്തിൻ്റെ തുടക്കമാകാനുള്ള സാധ്യത അല്ലെന്ന് നിങ്ങൾ എങ്ങനെ പറയും? തീർച്ചയായിട്ടും അത് ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ പറയാൻ സാധിക്കുന്നതാണ്. ഒന്നെന്ന് പറയുന്നത്, ഡൽഹി എന്ന് പറയുന്ന ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റലിൽ തുടർച്ചയായി 3 വട്ടം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയെ ജനങ്ങൾ അധികാരം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അതിന്റെ ചെറിയൊരു കാര്യമല്ല. ഇപ്പോഴും ഈ ഒരു ഇലക്ഷനിൽ പോലും തികച്ചും ആന്റി ഇൻക്യുബൻസി എന്നൊന്നും പറയാൻ സാധിക്കും. ആന്റി ഇൻക്യുബൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ കോൺഗ്രസ് തോറ്റിരുന്ന ആ ഒരു സമയം നമുക്കറിയാം, ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന് മുഴുവൻ സീറ്റുകളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുണ്ട്. ഇപ്പോഴും നമുക്കറിയാം, ഞങ്ങൾ അത്യാവശ്യ സീറ്റുകളിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് ഇലക്ഷന്റെ വോട്ടിംഗ് പെർസെന്റേജ് പോലും വരാനിരിക്കുന്നുള്ളൂ. ആ വോട്ടിംഗ് പെർസെന്റേജ് വരുമ്പോൾ നമുക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ എത്രത്തോളം നിലനിന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ കൂടെ തന്നെ നേരത്തെ ശ്രീ സേനാപതി പറഞ്ഞ ഒരു കാര്യത്തിനോട് മറുപടി പറയേണ്ടതുണ്ട് എനിക്ക്. അദ്ദേഹം പറഞ്ഞു, ഷീലാ ദീക്ഷിത്തിനെതിരെ ആം ആദ്മി പാർട്ടി ഉയർത്തിയ ആരോപണങ്ങളിൽ ഒന്നും പോലും കേജ്രിവാളിന് തിരിച്ചു മറുപടി പറയാൻ ഒരു പേപ്പർ പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കേജ്രിവാൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പവർ താരിഫ് സബ്സിഡിയെ കുറിച്ചായിരുന്നു. ആ പവർ താരിഫ് സബ്സിഡിയുടെ മുകളിൽ എന്തുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് വേണ്ടി ഷീലാ ദീക്ഷിത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ മുകളിലാണ് കേജ്രിവാൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ്, അങ്ങനെയല്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പ്രൂവ് ചെയ്യുകയാണ് കേജ്രിവാൾ. നിങ്ങൾ ഇത്രയും സൗജന്യമായി കൊടുത്തിട്ടും ഒരു നേതാവ് വളരെ പെട്ടെന്ന് മാറ്റി നിർത്തപ്പെടുന്നുവെങ്കിൽ അത്രമേൽ നിങ്ങളെ ജനങ്ങൾ വെറുത്തു എന്നല്ലേ? അല്ല, ഒരിക്കലുമല്ല. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷത്തെ ഡൽഹിയിലെ സാഹചര്യം എന്ന് പറയുന്നത് BJP അവിടെ സർക്കാരിനെ ഒരു തരത്തിലും ഭരിക്കാൻ അനുവദിക്കാതെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു തരത്തിലും ഭരിക്കാൻ അനുവദിക്കാതെ മുൻനിര നേതാക്കളെ എല്ലാവരെയും ജയിലിൽ അടച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ഗവർണറെ കൊണ്ട് ഉപദ്രവിക്കാൻ സാധിക്കും ആ രീതിയിലൊക്കെ ഉപദ്രവിച്ചുകൊണ്ട് അവിടെ ഭരണം ഇല്ലാതാക്കുന്ന ഒരു രീതിയിലൊക്കെയുള്ള പ്രവർത്തനമായിരുന്നു BJP നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ പ്രതിബന്ധങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഇലക്ഷനിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് കുറച്ച് വോട്ടുകൾ പിടിക്കുമ്പോൾ അതിന്റെ നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷനിൽ ചെറിയ മാർജിനുകളിൽ ജയിച്ച കുറച്ച് സീറ്റുകൾ ഉണ്ടാകും. ആ സീറ്റുകളൊക്കെ തന്നെയും ചിലപ്പോൾ കോൺഗ്രസ് വോട്ട് പിടിക്കുമ്പോൾ മാറി മറിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മാത്രമേ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പെർസെന്റേജ് അറിയാനും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇതൊരു പതനത്തിന്റെ തുടക്കമൊന്നുമല്ല, നേരെ മറിച്ച് ഒരു റീസ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരമാണ്. വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്.